നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. ഇന്ന് നമ്മോടൊപ്പം മിസ്റ്റർ യാവിനും കൂടി ഉണ്ട്. അപ്പോൾ യാവിൻ ഫൈനലി തീരുമാനിച്ചു ദാറ്റ് ഹി ഹാസ് ടു റെഡ്യൂസ് ഹിസ് വെയ്റ്റ്. 1 month vacation is been just eating and sleeping and അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് കൂടിയവൻ്റെ. അപ്പോൾ അവനും ഇന്ന് മുതൽ എൻ്റെ ഒപ്പം വരുന്ന പറഞ്ഞു വാക്കിങ്ങിന്. Yeah, you'll come, right? Yeah. എനിക്കിൻ്റെ രാവിലെ ഒട്ടും വ്ളോഗ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഇവൻ്റെ സ്കൂൾ തുടങ്ങിയപ്പോൾ എനിക്ക് രാവിലെ എനിക്ക് പിന്നെ വീട്ടിലെ പരിപാടിയും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും സമയം കുറയാം. പിന്നെ അതുമാത്രമല്ല വീട്ടിലെ കുറേ ക്ലീനിങ് അല്ല, സെറ്റപ്പ്, ഓരോരോ ചെറിയ സെറ്റപ്പ് ബാക്കിയുണ്ട് ഇപ്പോഴും. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് അനദർ 1 or 2 days എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം എൻ്റെ ഡെയിലി വ്ളോഗിന് വേണ്ടിയിട്ട്. ഗായ്സ്, നമ്മൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു റൗണ്ട് എടുത്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര 3 kilometer ഞാനും യാവനും നമ്മൾ ഇപ്പോൾ വാക്ക് ചെയ്ത്. സ്വെറ്റിംഗ് റൈറ്റ്, ഇറ്റ്സ് റിയലി ഹോട്ട് റൈറ്റ്. ആൻഡ് Delhi climate is really humid and it's hot right now. It's supposed to rain but it's not raining. It rained, it stopped, and once rained the heat just builds up more. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തെ. ഹോപ്പ്ഫുള്ളി ജൂലൈ എൻഡ് ആകുമ്പോഴത്തേക്കും നല്ലോണം മഴ വേണം. അപ്പോൾ ജൂലൈ മുതൽ പിന്നെ സെപ്റ്റംബർ വരെ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു നമ്മുടെ ദുബായിനെ പറ്റിയിട്ട്. ദുബായ് പെർമനൻറ്റ് ലൈഫ് ലോങ് വിസ തരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇന്ന് കേട്ടു. ലൈഫ് ലോങ് വിസ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ സിറ്റിസൺഷിപ്പ് അല്ല, ലൈഫ് ലോങ് വിസ. 100,000 dirhams വിച്ച് ഈസ് അറൗണ്ട് 23 to 24 lakhs. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. സോ മൈ പോയിന്റ് ഈസ്, ഇതിനെപ്പറ്റി സംസാരിക്കാനാണ് നമ്മൾ ആക്ച്വലി വന്നിരിക്കുന്നത്. മൈ പോയിന്റ് ഈസ്, വൈ ഈസ് ദുബായ് ഡൂയിങ് ദിസ് ആൻഡ് വൈ കാൺ ദേ ഗിവ് സിറ്റിസൺഷിപ്പ്? അപ്പോൾ ഈ വിസ വെച്ചിട്ട് ഡു യു തിങ്ക് ഇറ്റ് ഈസ് a good move by Dubai? It must be a good move by Dubai because അവർക്ക് പൈസ കിട്ടാൻ പോകുന്നു, നമ്മൾ പൈസ ചിലവാക്കണം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും പിന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻവിറ്റേഷനാണ് നമ്മളുടെ സ്പെഷ്യലി ഇന്ത്യൻസിന് ഇതിൽ അട്രാക്ട് ചെയ്യുന്നത്. ആൻഡ് ടാർഗറ്റിങ് ഇന്ത്യൻസ് ഓൺലി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് ദുബായിനെ ആയിട്ട് യാതൊരു താല്പര്യമില്ല. കാരണം ഞാനവിടെ 30 കൊല്ലം ജീവിച്ചതാണ്. ആ 30 കൊല്ലത്തിനുള്ളിൽ എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴും എനിക്ക് മനസ്സിലായത് ഇവന്മാർ നമ്മളെ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇവർ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്, വിച്ച് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പലർക്കും ദുബായ് ഒരു സ്വർഗമാണ്. പക്ഷേ ഞാൻ 30 കൊല്ലം ജീവിച്ചപ്പോഴും ഞാനതിനെ കരുതിയത് ദുബായ് ഒരു സ്വർഗമാണ്. പക്ഷേ നമ്മളെ പ്രശ്നത്തിൽ പെടുമ്പോഴാണ് അവർക്ക് ആവശ്യമുള്ളത് പൈസ മാത്രം, വേറൊന്നുമല്ല. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ലോട്ട് ഓഫ് പീപ്പിൾ വിൽ അപ്രിഷ്യേറ്റ് ദുബായ്സ് മൂവ്, ഈ 100,000 ലൈഫ് ലോങ് വിസ. പക്ഷേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ വി ഷുഡ് ഓൾവേസ് ചെക്ക് ദ പ്രോസ് ആൻഡ് കോൺസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ പ്രോസും കോൺസും എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് ലാഭം എന്താണ്, പിന്നെ അതിൽ നഷ്ടം എന്താണ്. ഓൾവേസ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓഫറോ ഇതൊക്കെ കിട്ടുമ്പോഴും വി ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ ചൂസിങ് ഇറ്റ്. 23 ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അല്ല. 100,000 dirhams എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവർക്ക് അത് പ്രശ്നമില്ല. പക്ഷെ നമ്മൾക്ക് ബേസിക്കലി ചിലവർ അങ്ങനത്തെ ഒരു ഇതുണ്ടാവും, ഈ 100,000 എനിക്ക് അവിടെ ചെന്നിട്ട് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റേ ചെയ്യാം, മറിച്ച് ചെയ്യാമെന്നൊക്കെ. പക്ഷേ എൻ്റെ പ്രോസും കോൺസും മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഒരു മൂവ് ദുബായ് കൊണ്ടുവന്നത് നല്ലതായിരിക്കും. പക്ഷേ ഓൺലി ഫോർ പീപ്പിൾ ഹു ആർ റിച്ച്. മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെ ആൾക്കാർക്ക് ഇത് യാതൊരു വരുത്താൻ പോണില്ല. ഇപ്പോൾ മില്യണേഴ്സ് ആയ ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലുലുവിൻ്റെ ഫാമിലി ആയ ആൾക്കാർ, ലുലുവിൻ്റെ ഫാമിലി ആളുടെ ഫുള്ള് ഫാമിലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ലൈഫ് ലോങ് ദുബായിൻ്റെ വിസ എടുക്കും. പിന്നെ ഒരിക്കലും നമുക്ക് വിസ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, റിന്യൂവലിൻ്റെ ആവശ്യമില്ലല്ലോ, അങ്ങനത്തേതൊക്കെ. ഓഫ് കോഴ്സ് നമ്മുടെ എന്താണ് പറയുക, എമിറേറ്റ്സ് ഐഡിയൊക്കെ റിന്യൂ ചെയ്യേണ്ടി വരും വന്നാലും. പക്ഷേ ഇങ്ങനത്തെ ഇത്രയും പൈസ ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല 100,000 എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മളുടെ മാതിരത്തെ ആൾക്കാർ അങ്ങനത്തെ ഒരു വിസ എടുക്കുമ്പോൾ നമ്മുടെ ആകെ ഇപ്പോൾ 25 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചു. അതിൽ 23 ലക്ഷം നമ്മൾ ചിലവാക്കിയിട്ട് ഇനി അവിടെ ചെന്നിട്ട് ജോലി ചെയ്യാം, എന്നിട്ട് പൈസ ഉണ്ടാക്കാം, വീട് മേടിക്കാം, വണ്ടി മേടിക്കാം, സുഖമായിട്ട് നമ്മൾക്ക് അവിടെ താമസിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ആലോചിക്കുക സഹോദര. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പല പരിപാടികളും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഇവരുടെ ക്ലോസസ് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇവരുടെ ലോ
ഇന്നും നാളെയും വെച്ചിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ലോ മാതിരിയല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിരിക്കുന്ന അതനുസരിച്ചിട്ട് പിന്നെ നമുക്ക് ലോ കുറച്ച് അമെൻമെൻറ്റ്സ് ചെയ്യാൻ പറ്റും. അവരുടെ ലോ അതല്ല. അവർ രാവിലെ എന്നിട്ട് ഷെയ്ക്ക് ഒരു സ്വപ്നം കണ്ട് ഷെയ്ക്ക് സ്വപ്നം കണ്ടിട്ട് വെച്ചാൽ ഇന്ന് മുതൽ ഞാനങ്ങോട്ട് 100 കൊല്ലത്തെ വിസ കൊടുക്കാൻ പോണ് എന്നും പറഞ്ഞ് വിചാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ആ ഷെയ്ക്ക് മരിച്ചിട്ട് മറ്റേ ഷെയ്ക്ക് വരുമ്പോൾ റൂളർ വന്നു കഴിഞ്ഞാൽ ആൾ പറയും ഈ 100 കൊല്ലം ഇനി കട്ടാക്കിയിട്ട് 25 കൊല്ലാക്കാം, അല്ലെങ്കിൽ ഒരു 10 കൊല്ലാക്കാം, അല്ലെങ്കിൽ എല്ലാവരെയും പുറത്താക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ലോ ഇപ്പോൾ ഞാൻ 30 കൊല്ലത്തിന് തന്നെ അവിടെ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. വെയിറ്റ് ബാബ, ഐ നോ ബാറ്റ്സിയാ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് 30 കൊല്ലം ഞാൻ അവിടെ ഉണ്ടായിട്ട് 30 കൊല്ലത്തിനുള്ളിൽ അവർ എത്ര പ്രാവശ്യം അവരുടെ ലോ ഇന്ന് കൊണ്ടുവന്ന ലോ നാളെ രാവിലെ ചേഞ്ച് ആക്കിയിട്ടുണ്ട് അറിയാം നിങ്ങൾക്ക്. പിന്നെ ഇവരുടെ മാതിരി ഹിപ്പോക്രസി ഉള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഹിപ്പോക്രസി ഉള്ള ആൾക്കാർ ഈ ഷെയ്ഖുമാരുണ്ട്. അത് ഞാൻ പറയട്ടെ, നേരിട്ട് ഞാൻ പറയട്ടെ, കാരണം എനിക്ക് ഫീലാണ്. ഞാൻ എല്ലാ ഷെയ്ഖുമാരും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ മാതിരി ഹിപ്പോക്രിറ്റിക് ആയിട്ടുള്ള ആൾക്കാർ വേറെ എവിടെ ഈ ലോകത്തില്ല. അവർക്ക് എവിടെ ഫായ്ദ ഉണ്ടോ അവരതനുസരിച്ചിട്ട് അവരവരുടെ ലോ ചേഞ്ച് ആക്കും. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് വേണ്ടിച്ചാലും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അവരുടെ ലൈഫ് സ്റ്റൈൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളവിടെ വിളിക്കുന്നത്. അവരിൽ ഇപ്പോൾ എണ്ണ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. യു നോ ദാറ്റ് വെരി വെൽ. എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മളവിടെ ചിലവാക്കുന്ന പൈസ വെച്ചിട്ടാണ് ആക്ച്വലി അവിടുത്തെ ലോക്കൽസിനെ അവർക്ക് ആ സപ്പോർട്ട് കൊടുക്കുന്നത്. അതാണ് മെയിൻ. ഇപ്പം നമ്മൾ ഈ ഉണ്ടാക്കുന്ന പൈസ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവിടെ നമ്മൾ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ അറബികൾ ജീവിക്കുന്നത് നമ്മളുടെ പൈസ വെച്ചിട്ടാണ്, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പൈസ വെച്ചിട്ടാണ് അവർ ഈ രാത്രിയും പകലൊക്കെ കറങ്ങി നടന്ന് നല്ല അത്തറും പെർഫ്യൂമും എക്സ്പെൻസീവ് പെർഫ്യൂമും ഒക്കെ ഇട്ട് നടക്കുന്നതും ഇതൊക്കെ നിങ്ങളുടെ പൈസയാണ്. ഇവരുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി അല്ല. ഇപ്പോഴും ഞാൻ കേട്ടത് ദുബായിലെന്ന് പറഞ്ഞാൽ അവർ മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് അവിടുത്തെ സ്ത്രീകൾക്കും പിന്നെ ഇങ്ങനെ ജോലി ചെയ്യാത്ത യുവാക്കൾക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ക്ക് എത്ര നാൾ കൊടുത്തുകൊണ്ടിരിക്കും ഇത്? ടൂറിസത്തിൽ നിന്ന് ഇപ്പോൾ അവർക്ക് മെയിൻ പൈസ കിട്ടുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യണ ഇതൊക്കെ നമ്മുടെ ഭക്ഷണം അവിടെ ടാക്സ് അടിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഉണ്ട്. ഭയ എല്ലാത്തിനും ടാക്സ് ഉണ്ട്. പക്ഷെ അത് ടാക്സ് ആയിട്ടല്ല കാണിക്കുന്നത്, അവർ ചാർജസ് എന്നായിട്ടാണ് അത് എഴുതി കാണിക്കുന്നത്. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് എടുത്ത് നോക്കൂ. ഇലക്ട്രിസിറ്റി ബില്ലിൽ തന്നെ ഹൗസിങ് ടാക്സ് ഉണ്ട്. പക്ഷേ ഹൗസിങ് ടാക്സ് എന്നല്ല എഴുതിയിരിക്കുന്നത്, അതിൽ ഹൗസിങ് ചാർജസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്മാരുടെ കണ്ണിൽ മണ്ണ് ഇട്ടിട്ട് അവർ ഇൻഡയറക്റ്റ്ലി ടാക്സ് വസൂൽ ചെയ്യുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമൻറ്റ് ബോക്സിൽ കൂടെ പറ. നിങ്ങൾക്ക് ആസ് എൻ ഇന്ത്യൻ വുഡ് യു വാണ്ട് ടു ഗോ ടു ദുബായ് ആൻഡ് സെറ്റിൽ ഡൗൺ ബൈ പേയിങ് 100,000 അല്ലെങ്കിൽ 23 lakhs അവിടെ ചെന്നിട്ട് ഈ 23 ലക്ഷത്തിന് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് 100 കൊല്ലത്ത് വിചാരിക്കും. ഇവർ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ ഇവർ ചിലപ്പോൾ 75 കൊല്ലമായിരിക്കും, 100 കൊല്ലമായിരിക്കും. അവിടുത്തെ വീട് മേടിക്കണ മാതിരി ആ ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലോ അത് നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല, പിന്നെ അത് അവരുടെ പ്രോപ്പർട്ടി തിരിച്ച്. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് അബുദാബി ഷേക്ക് അല്ലെങ്കിൽ ദുബായ് ഷേക്കും കൂടിയിട്ടെന്ന് വെച്ചാൽ നാളെ ഈ 7 എമിറേറ്റും കൂടി തല്ലുപിടിച്ചാൽ ഇവരിപ്പോഴും തല്ലുപിടിക്കുന്നുണ്ട്, ഇല്ലയെന്നല്ല. ഷാർജയും ദുബായും തമ്മിൽ ഇത് ചേരൂല. ഇവർ തല്ലുപിടിച്ച് കഴിഞ്ഞിട്ട് നാളെ ഈ ലോ മാറ്റം എന്ന് വെച്ചാൽ നിങ്ങളുടെ 100,000 സ്വാഹായില്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. എത്ര ഉറപ്പുണ്ട് ഇതിന്? അത് പറയാൻ പറ്റില്ല. എനിക്ക് യാതൊരു പ്രശ്നമില്ല ആൾക്കാർ ആരെങ്കിലും പൈസ ഉള്ളവർ ഇതിലിട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മില്യനേഴ്സ് ഉള്ളവർക്ക് ഈ 100,000 വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് എപ്പോഴും വിസ ചേഞ്ച് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിലും അവർ ക്ലോസസ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശിനും മാത്രമേ ഇത് തുറന്നിട്ടുള്ളൂ ഇപ്പോൾ. പ്ലസ് അതിലും അവർ ഈ വിസ കൊടുക്കുന്നത് യൂട്യൂബേഴ്സിന്, എൻ്റെ മാതിരിയുള്ള യൂട്യൂബേഴ്സിന്, പിന്നെ ഡോക്ടേഴ്സിന്, എൻജിനീയേഴ്സിന് അവർക്ക് സാധാരണ ആൾക്കാർ വേണ്ട. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. വൈ ഡു ദേ നീഡ് ഓൺലി ദ സ്കിൽഡ് പീപ്പിൾ? അപ്പോൾ അത് ശരിയാണോ? അല്ലല്ലോ. ഇപ്പോൾ സാധാരണ ആൾക്കാർ തന്നെ യൂട്യൂബേഴ്സും സ്കിൽഡ് അല്ലാത്ത ആൾക്കാർ തന്നെ അവർക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്തുകൂടത്? മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്. അപ്പോൾ ഗൈസ്, എനിക്ക് അങ്ങനെ ഒരു ഇത്രയും കാര്യം പറയാനുള്ളൂ. ഇഫ് യു ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് 100,000 or 23 lakhs എന്ന് വെച്ചാൽ ഒരു ദുബായ് വിസ, ലൈഫ് ലോങ് ദുബായ് വിസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവർ സിറ്റിസൺഷിപ്പ് തരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അവരുടെ പാസ്പോർട്ട് തരുന്നില്ല. പിന്നെ ഇത് ഒരു ഗ്യാരണ്ടി അല്ല, ഇതൊരു വാറൻറ്റി മാത്രമാണ്. അപ്പോൾ ഇറ്റ്സ് യുവർ ചോയ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. മനസ്സിലായില്ല? ഇറ്റ്സ് യുവർ ചോയ്സ്. ടേക്ക് ദ ഡിസിഷൻ വൈസ്ലി. പൈസ ഉള്ളവരെന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ഫോർ ദം. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ പൈസ ഉള്ളവർ അവർക്ക് എവിടെയും വേണിച്ചാലും പോയിട്ട് വരാം, എന്തും ചെയ്യാം. 100,000 is nothing for them. So guys, what do you guys think about this new offer what Dubai has given or UAE has given to
അവർ പീപ്പിൾ, സ്പെഷ്യലി നമ്മുടെ ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇവർക്കറിയാം നമ്മുടെ ആൾക്കാരിൽ പൈസ ഉണ്ട്, നമ്മളുടെ പ്രൊവിഡൻറ്റ് ഫണ്ടും ഇതും അതും പലതും നമ്മൾ സേവിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ ടാർഗറ്റ് ചെയ്യണത് നമ്മുടെ ആൾക്കാരാണ്. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അവരുടെ ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾക്ക് ഈ കിട്ടുന്ന ഫ്രീഡം അവിടെ കിട്ടില്ല. നിങ്ങൾ ഈ 25 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി നിങ്ങളുടെ ജീവിതം സ്വാഹ ആവാൻ. സോ തിങ്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇത് നല്ലതാണോ? ഇഫ് യു ആർ എ നൈസ് പേഴ്സൺ, നിങ്ങളൊരു പ്രശ്നത്തിലും പെടാത്ത ആൾക്കാരെന്ന് വെച്ചാലും, ബിസിനസ് ഇല്ലെന്ന് വെച്ചാൽ അത്രയും നല്ലത്, ജോലി ചെയ്യുന്ന വെച്ചാൽ അത്രയും നല്ലത്. പക്ഷെ അവരുടെ ലോയും കൂടി ആലോചിക്കാം. ഈ 25 ലക്ഷത്തിന് പകരം നിങ്ങളവിടെ ചെന്നിട്ട് എന്തെങ്കിലും പെടാണ്ടിരുന്നാൽ മതി. സോ ഐ മീൻ ഓഫ് കോഴ്സ് വി ഹാവ് ടു തിങ്ക് പോസിറ്റീവ് ഓൾസോ. അങ്ങനത്തെ പ്രശ്നമൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. പക്ഷേ വേറൊരു രാജ്യത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പെട്ട മാതിരി തന്നെ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വേറൊരു ഇതില്ല, മനസ്സിലായില്ലേ? വി കനോട്ട് ഡു എനിത്തിങ്. സോ തിങ്ക് ബിഫോർ യു ടേക്ക് എ ഡിസിഷൻ, തിങ്ക് ബിഫോർ യു ഇൻവെസ്റ്റ്. എനിക്ക് അത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക. ആൻഡ് ഇതിന് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് ദുബായിനായിട്ട് യാതൊരു വിദ്വേഷമൊന്നുമില്ല. എൻ്റെ പേഴ്സണൽ ഇതിന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ, ഞാൻ ദുബായിനെ പറ്റി പറഞ്ഞത് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ക്ഷമിക്കുക സഹോദരൻ, എനിക്ക് ദുബായിനായിട്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ വേണമെന്ന് വെച്ചാൽ നിങ്ങളവിടെ ചെന്ന് ജീവിച്ചോ. അപ്പോൾ അതും വിചാരിച്ചിട്ട് അതും പറഞ്ഞിട്ട് ഇതിൽ കമൻറ്റ് അടിച്ചിട്ട് എന്നെ ട്രോൾ ചെയ്യേണ്ട. ഞാൻ എൻ്റെ ഒരിത് പറഞ്ഞതാണ്. സോ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. നിങ്ങൾക്കായിട്ട് എന്ത് തോന്നുന്നു അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാം. ആൻഡ് ഷെയർ യുവർ വ്യൂ പോയിൻറ്റ്സ്. ഇതൊരു നോർമൽ ഹെൽത്തി ഡിബേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുള്ളൂ. പിന്നെ ഹെൽത്തി വ്യൂ പോയിൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നതും. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ. ദർ ആർ മോസ്കിറ്റോസ് ഹിയർ. ഐ ടോൾഡ് യു ദാറ്റ് ഐ ക്യാൻ സീ. ഇവിടെ കൊതുണ്ട്. കുറേ നാളെയുണ്ട് സെക്കൻഡ് ഒന്ന് എക്സസൈസ് ചെയ്യുന്നു. ദേഹം ഒന്ന് നനങ്ങട്ടെ. But there are mosquitoes here, I think, because of this. Oh my God, big mosquitoes, Javin. Yeah, wait. Don't move. It's biting me. It's coming to you. I can see big mosquitoes, man. Come, let's go. This is not nice. ഇവൻക്ക് ഒരു പ്രാവശ്യം ഡെങ്കു വന്നതാ. ഇനിയും മോസ്കിറ്റോ കടിച്ചിട്ട് അത് വേണ്ട. നിങ്ങൾ പുതിയെന്ന് വെച്ചാൽ പ്ലീസ്, ഇഫ് യു ലൈക്ക് മൈ കണ്ടന്റ്, പ്ലീസ് കമൻറ്റ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് let me know what you want to see in my next vlog.